അപ്പോൾ ഗൈസ് സ്പീഡാണ് ഇന്നത്തെ ഒരു എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു സെക്കൻഡ് എടുക്കാൻ പോകണം. അത് മോഡിഫിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് ഒരു ഫാമിലി യൂസിന്, അതായത് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റിയൊരു ചെറിയൊരു വണ്ടി അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകണേ. അപ്പോൾ ഞാൻ റെൻറ്റിനെടുത്തൊരു എൽസിയാണ് കേസ്. 10 പൈസ കിട്ടില്ല, കാര്യത്തിൽ പറയാമല്ലോ, 10 പൈസ കിട്ടില്ല. കാരണം വണ്ടി ഓടുമ്പോൾ ഓരോ സൗണ്ടും പിന്നെ ഗിയറൊന്നും മര്യാദയ്ക്ക് ഷിഫ്റ്റ് ആകുന്നില്ല കേസ്. ഫുൾ എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആണ്, എങ്ങനെയൊക്കെയോ അവിടെ വരെ എത്തിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഹവറിൻ്റെ ഡ്രൈവ് ഉണ്ട്. ഇത് എത്ര മണിക്കൂർ കഴിയുമ്പോഴാണ് അവിടെ എത്തുന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. പക്ഷേ എന്തിനാ നമുക്ക് അവിടെ എത്തിയിട്ടാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെക്കൻ. അവിടെ തന്നെ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ട്, മൂപ്പരാണ് വണ്ടീൻ്റെ ഓണർ. ചെറിയൊരു പോലീസുകാരനായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ളൂ. അപ്പം ആളെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ LC അവിടെ വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് പോവാം. അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, അപ്പൂപ്പൻ്റെ വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം ഗൈസ്. ഹലോ അപ്പൂപ്പ, സുഖമല്ലേ? സുഖം. ഇതാണ് ഞാൻ പറഞ്ഞോ. ഓക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ വണ്ടിക്ക് അവിടെ നല്ല രീതിക്ക് തന്നെ സ്ക്രാച്ച് ഉണ്ടല്ലോ. ഉണ്ടല്ലോ, ഫ്രണ്ട് സൈഡ് മൊത്തത്തിൽ സ്ക്രാച്ചാണ്. ഹെഡ് ലൈറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡിക്കിങ് കാര്യങ്ങൾ മൂപ്പര് പോലീസുകാരനാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മുകളിൽ തന്നെ ഒരു റൂഫ് ടോപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നല്ലേ, ഒന്ന് ടെസ്റ്റ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് നല്ല ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. നല്ല ടെസ്റ്റൊക്കെ അടിച്ച് വണ്ടിക്ക് എൻജിൻ പരമായിട്ട് വലിയ സീനൊന്നുമില്ല. വണ്ടി ക്ലീനാണ്, അടിപൊളി വണ്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി റീപെയിൻറ്റ് ചെയ്യണം. ബമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം, ബമ്പറിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുള്ള കാര്യമുള്ള മാതിരി തന്നെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. തുരുമ്പും കാര്യങ്ങളില്ല, ചെറിയൊരു പാച്ച് വർക്കുള്ളൂ, അതും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ കൈയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡീലാക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഗ്യാരേജിൽ ഏറ്റവും മുന്നിൽ തേക്കും, അതുമാതിരി ഞാൻ നോക്കും. 3 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടി നമുക്ക് കിട്ടുന്ന പൈസ ഇപ്പം ഏകദേശം 80,000 രൂപക്കാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പം ഒരു 90s മോഡൽ വണ്ടിയാണ്. എന്തായാലും മൂപ്പര LC എടുത്തിട്ട് വന്നോളും. നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇറങ്ങാം ഗൈസ്. നമുക്ക് നേരെ ഇനി വീട്ടിലേക്കാണ് പോകേണ്ടത്. മൂപ്പർക്ക് എൻ്റെ വീടൊക്കെ അറിയാൻ തോന്നുന്നു, കാരണം നമ്മുടെ സിറ്റിയിലുള്ള പോലീസാണ്. മൂപ്പരിപ്പം ഈ ഒരു വില്ലയിലാണ് താമസിക്കുന്നതെന്നേ ഉള്ളൂ, ബട്ട് അവിടെ എല്ലാ കാര്യങ്ങളും മൂപ്പർക്ക് ഓൾറൗണ്ടായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. അപ്പോൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. എനിക്ക് ഇവിടുന്ന് കറക്റ്റ് വഴി വരും, കാരണം ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് മേലെ അങ്ങോട്ടേക്ക് പോകണം, എന്നാലും ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഗൈസ്. ഈ വണ്ടിക്ക് അത്യാവശ്യം പവറുണ്ട്. മൂപ്പര് ആ LC കൊണ്ട് എനിക്ക് കഷ്ടപ്പെടുക അറിയില്ല. എന്തായാലും ബാക്കി അടത്തിയിട്ടാണ് പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് ചെറുതായി ചേഞ്ച് ചെയ്തു. മൂപ്പര് LC നമുക്ക് അവിടെ കൊണ്ടിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ട്രൂപ്പിലേക്കൊന്നും വന്നിട്ടില്ല, എന്താ വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ നിന്ന് അത്യാവശ്യം ലോങ് ഡ്രൈവ് ഉണ്ട് നമ്മൾ ട്രൂപ്പിലേക്ക്. അപ്പോൾ കംഫോർട്ടും കാര്യങ്ങളും നോക്കുകയും ചെയ്യാം, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഗൈസ്, കംഫോർട്ടും അടിപൊളി കംഫോർട്ടാണ്. ദെൻ നമ്മൾ വൈറ്റ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഫാമിലി യൂസ് അല്ലേ, നമ്മൾ ഓവർ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു അലോയ് കയറ്റുന്നുണ്ട്. അലോയ് മീൻസ് വലുതൊന്നല്ല, നമ്മുടെ ഒരു ബോക്സി ടൈപ്പ് വരുന്ന ഒരു അലോയ്. ദെൻ വണ്ടി ഫുള്ളൊന്ന് കൂളിങ് ഒട്ടിക്കണം, ബ്ലാക്ക്. ഫ്രണ്ട് ബമ്പർ ഫുള്ള് ബ്ലാക്ക് ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. ലോ ബോർഡും കാര്യങ്ങളും ചെയ്യുന്നൊന്നുമില്ല, കാരണം അറിയാമല്ലോ കംഫോർട്ടാണ് മെയിൻ. അപ്പോൾ വണ്ടിക്ക് പവറും കാര്യങ്ങളും ഭയങ്കര കുറവാണ്, എന്നാലും ചെറിയ പവറുണ്ട്, കുഴപ്പമില്ലെന്നറിയാം. പക്ഷേ എനിക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ നല്ല ഇഷ്ടപ്പെട്ടു. ഫുള്ളൊരു വൈറ്റ് ഒരു ലെതറിലാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഞാൻ ട്രൂപ്പ് കൂടെയുള്ള കയറ്റം ഇങ്ങോട്ടൊക്കെ ഫുള്ള് ചാടി നോക്കി, പക്ഷേ വണ്ടിക്ക് എവിടെയും ഒരു കുഴപ്പമില്ല. നമുക്കിനി കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കുറച്ച് പിക്സും കാര്യങ്ങളും എടുക്കണം ഗൈസ്. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് പിക്ക് എടുക്കണം. നമ്മൾ ചെക്കന് ഈ ഒരു വെള്ളച്ചാട്ടൻ്റെ അടുത്തും കൂടി നിൽക്കുമ്പോൾ അത് വെള്ള കളറും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ടാകും. അപ്പം ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗൈസ് ഒരു പണീൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ, സീ യു.